ഞാനെപ്പോൾ വീഡിയോസ് ഇട്ടാലും ഒരു വീഡിയോ പോലും ഒഴിവാകാണ്ട് ലൈക്കും കമൻറ്റൊക്കെ തരുന്ന ഒരാളുണ്ട് കേട്ടോ, റിദ ഫാത്തി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആരാ എന്താണെന്നൊന്നും അറിയില്ല, സ്റ്റുഡൻ്റാണോ ഹൗസ് വൈഫാണോ ഒന്നും അറിയില്ല. അവർ മാത്രമല്ല അതുപോലെ കുറച്ച് പേരുണ്ട് കേട്ടോ എന്നും എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ തരുന്നത്. അപ്പോൾ കുറേ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്ത, അപ്പോൾ എല്ലാ വീഡിയോൻ്റെ താഴത്തും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇത് തനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വീഡിയോ എടുക്കലെന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം റെസിപ്പീസ് മാത്രമേ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതന്നെ, പ്രത്യേകിച്ചിട്ട് കാണിക്കാമെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന് റാഗി വെച്ചിട്ടും അതുപോലെ നോർമലി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന അരിമാവ് അരക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നല്ല പോലെ ഇത് പൊങ്ങി വരും കേട്ടോ. എൻ്റെ ഇത് എന്താ പറയുക, പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ടായിന്. അതൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം ഞാനിത് വീക്കെൻഡിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ടൈമിലാണ് ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലെല്ലാം ഉണ്ടാക്കുക. അപ്പോഴാണ് ഞാൻ അധികം സൺഡേ സ്പെഷ്യലൊക്കെ അല്ലേ വീഡിയോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യൽ. മറ്റുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും ചോറുണ്ടാക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്ന പോലെ വലിയ പണിയൊന്നുമില്ല, സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ നമ്മൾ തലേന്ന് തന്നെ നമ്മുടെ നവ്യ നായർ പറഞ്ഞ പോലെ തലേന്ന് തന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, രാവിലെ എന്താ ഉണ്ടാക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, പിറ്റേന്ന് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഞാൻ എന്താ പറയുക, അതൊരു തലേന്ന് തന്നെ അതൊക്കെ ഒന്ന് തീരുമാനിച്ച് വെക്കും കേട്ടോ. എന്നിട്ടാണ് രാവിലെ പണി തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ വേഗം തന്നെ പണിയൊക്കെ തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് കുട്ടികൾക്കൊന്നും സ്കൂളില്ല, പൊതുവേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലില്ല. ഇപ്പോൾ എക്സാമൊക്കെ അല്ല, അതുകൊണ്ട് രാവിലെ എണീച്ചിട്ട് പഠിക്കാനൊക്കെ ഇരിക്കും. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തലേന്ന് തന്നെ കുറച്ച് കൂടുതൽ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ മാവൊക്കെ. ഇനി ഞാൻ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയിലോട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്ന മുളയില്ലേ, ഉണക്കമുളക്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാനിവിടെ നിങ്ങൾ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 മുറി എന്താ പറയുക, ഒരു ഉള്ളിൻ്റെ പകുതിയാണ് കേട്ടോ ഉള്ളി എടുത്തിട്ടുള്ളത്. സവാള അത് ചെറിയ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഒരു എന്താ പറയുക, സവാളക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഇടയിൽ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എന്നിട്ടാണ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായത്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് എന്താ പറയുക പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സവാളയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അത് 1/2 ടീസ്പൂണോളം മതി കേട്ടോ. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്, കൂടിപ്പോവരുത്. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മസാല ദോശൻ്റെ ഈ ഒരു മസാലക്ക്. അപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം എന്ന് പറയുന്നില്ലേ, അതന്നെ ക്യുമിൻ സീഡ്സ്. അപ്പോൾ അതിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ഈ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു സവോളയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റ് ആവാനല്ല, എല്ലാം കൂടി ഒന്ന് എന്താ പറയുക മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി വരും കേട്ടോ നോൺ സ്റ്റിക്കിൽ. ഇനി ഇതിലോട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചിട്ട് നല്ലപോലെ നല്ല തിന്നായിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് വരാൻ. അപ്പോൾ നല്ല നേരിയതായിട്ട് തന്നെ ഭയങ്കര എന്താ പറയുക തിന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല എന്താ പറയുക നല്ല രസമല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചിട്ട് എടുക്കാം. നല്ല ക്രിസ്പായിട്ടുള്ള ദോശയാണ് കേട്ടോ. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ആ ഒരു പാനിൽ നിന്ന് കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അങ്ങനെ ഇതാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ട് അത്രയും നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. ഞാൻ 2 കപ്പ് പച്ചരിക്ക് ഒരു 3/4 കപ്പോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നിങ്ങളുടെ ചോറിൻ്റെ ഇത് നോക്കിയിട്ട് മട്ടയരി ആണെങ്കിൽ 2 സ്പൂണൊക്കെ മതിയാവും. ഞാനൊരു 3 ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ.
പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനേട്ടാ. നല്ലപോലെ കുതിർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ തലേന്ന് രാത്രി തന്നെ വെക്കുക. അപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ പണി. ഇനി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയും കൂടി റെഡി ആവുന്നുണ്ട്. എൻ്റെ കുട്ടിയൊക്കില്ലേ ഓരോരൊക്കെ ഓരോ ടേസ്റ്റ് അല്ലേ. ഈ എന്താ പറയുക, ഗീ ചേർക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ഗീ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മസാലയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇല്ലേ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലക്കിയതൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്, അതൊക്കെ ഒന്ന് പുറത്ത് ആറിയിടാനുണ്ടായിന്. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം രാത്രി വരെ വീഡിയോ എടുക്കേണ്ടി വരും. അതാണ് കേട്ടോ. ഞാനില്ലേ കുറച്ച് ചെടി ഇങ്ങനെ ഇതെന്താ വെള്ളത്തിലിട്ട് വെച്ചെന്നല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റി നടാനുണ്ട്, കുറച്ച് പോട്ടൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് അതിൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, നമുക്ക് ഉച്ചയ്ക്ക് ഞാനിന്ന് ഉണ്ടാക്കുന്ന തേങ്ങാ ചോറില്ലേ, അതാണ് കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു എന്താ പറയുക, എല്ലാവരും ഉള്ളതല്ല, അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറുവ അരിയില്ലേ, പെട്ടെന്ന് വേവുന്ന വെള്ളക്കുറുവ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം തേങ്ങയും ഒരു 5-6 ചെറിയ ഉള്ളിയും പിന്നെ 1/2 ടീസ്പൂൺ മുതൽ നിങ്ങളുടെ ടേസ്റ്റ് പോലെ 1 ടീസ്പൂണിനടുത്ത് പെരിഞ്ചീരകയില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. നല്ലപോലെ അരച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് നമ്മുടെ ഈ ഒരു അരിയിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് കേട്ടോ കുക്കറിലിട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈവച്ചിട്ട് നല്ല പോലെ ഈ അരിയും തേങ്ങയും ഒക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ, എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. അപ്പോൾ അതേ നല്ല പോലെ എല്ലാം കൂടി ഒന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് കുറുവ അരിയാണ് കേട്ടോ, വൈറ്റ് പെട്ടെന്ന് വേവുന്ന അരിയാണ്. അപ്പോൾ മട്ട അരിയൊക്കെ ആണെങ്കിൽ, കുറച്ച് വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ ഒരു 2.5 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്തോ. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം, 1 ടീസ്പൂണോ ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഗീ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഞാനിവിടെ ഒരു 4 വിസിൽ വരെയാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായത്. നിങ്ങൾ അരിൻ്റെ വേവ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. 5 വിസിലൊക്കെ മതിയാവുമായിരിക്കും. പക്ഷേ നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും എയർ കംപ്ലീറ്റ് പോവാണ്ട് തുറക്കാൻ പാടില്ല കേട്ടോ, അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ സെറ്റായിക്കോളും. ഇനി നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഫിലോട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, ഏലക്ക, പട്ട, ഗ്രാമ്പൊക്കെ ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുത്തിന് കേട്ടോ, എനിക്ക് കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതിലോട്ട് 2 സവാള, 1.5 മുറി തക്കാളി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലിയില്ലേ ആ പൗഡറും, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് തന്നെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോട്ടോ, നല്ല ടേസ്റ്റാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് നമ്മൾ നേരത്തെ അരി ചെയ്ത പോലെ കൈവച്ചിട്ട് നന്നായി തിരുമ്മി എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ, ആ ഒരു ബീഫിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്ന മുന്നേ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്തിട്ട് വേണം കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മറന്നുപോയി. അതിന് ശേഷം വെള്ളം ചേർത്തതിന് ശേഷം ഞാൻ അത് ഓയിൽ ഒഴിച്ചു കൊടുത്തേ. ഇനി ഇത് നമുക്ക് എത്രത്തോളം നിങ്ങൾ ബീഫിന് വേവുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 8-9 വിസിൽ വരെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റായി കിട്ടിയ. ആ ടൈമിൽ ഇതേ കണ്ടില്ലേ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല എന്താ പറയുക ചില കാണുന്നില്ലേ നല്ല പോലെ എന്താ പറയുക ഒട്ടിപ്പിടിച്ചിട്ട് കൂടുതൽ വേവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല വിട്ട് വരുന്ന രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമ്മുടെ ബീഫും റെഡിയായി. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ബീഫും റെഡിയായി. പക്ഷേ ഇതിൽ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഇനി ബീഫ് കറി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയില്ലേ, ആ ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ഒരു 2-3 ടേബിൾ സ്പൂണ് ചെറിയ തേങ്ങയില്ലേ, തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പം തീ നല്ല സിമ്മിൽ വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ നിറച്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക കറിക്ക്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. കഴിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണേ. അപ്പം ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി അങ്ങനെ അങ്ങ് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അതിന് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക, ഗരം മസാല പൗഡറും ഉപ്പൊക്കെ നോക്കുക, ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അത് മൂടി വെച്ച് കൊടുക്കുക. ഈ ഒരു ലിഡ് ഉണ്ട് എനിക്ക് ഈ കുക്കർ വാങ്ങിക്കുമ്പോൾ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും ആ ഒരു കുക്കറിൻ്റെ അടപ്പന്നെ ഉപയോഗിക്കണ്ടാവല്ലോ, നല്ല എളുപ്പമല്ലേ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറും നല്ല അടിപൊളി ബീഫ് കറിയും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എന്താ പറയുക എൻ്റെ വീട്ടിലുണ്ടായ കാന്താരി വെച്ചിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഞാനിത് കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന് കാന്താരി അച്ചാറിൻ്റെ. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ആ ഒരു അച്ചാറും പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ സവാള ഇല്ലേ, വലിയ ഉള്ളി, അത് വെച്ചിട്ട് ഒരു എന്താ പറയുക സാലഡ് പോലെ ആക്കുമല്ലോ, ഇത് ഞാൻ ബിരിയാണിക്കൊക്കെ ആക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉള്ളിയും കുറച്ച് മുളക് പൊടിയും, കളർ നോക്കേണ്ട എരിവൊന്നും ഉണ്ടാവില്ല, കാശ്മീരി ചില്ലിയാണ്. പിന്നെ കുറച്ച് വിനാഗിരി ഇല്ലേ, അതും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച് നല്ലപോലെ കൈവച്ചിട്ട് തിരുമ്മി എടുത്തതിന് അടിപൊളി സാലഡ് റെഡിയാകും കേട്ടോ. ഇനി നമ്മൾ വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തൊക്കെ പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.